അപ്പോൾ ഇത് മൂന്നാമത്തെ ദിവസം നമ്മളിതാ അരിയർ ഫോർട്ടിലേക്ക് പോകാമെന്ന്. തണുപ്പ് നല്ല തണുപ്പാട്ടോ. നമുക്ക് പോകാനുള്ള ഗാഡി എത്തിയിരിക്കുന്നു. ഗാഡി ആയ ഒരു വണ്ടിയിൽ 10 ആൾ പോകും. എന്താ ഇതിനെ കയറി നിൽക്കണേ? ഫ്രണ്ട് സീറ്റ് കാടോ എന്നാ ഡ്രൈവ് ചെയ്തോ. ഒരു വണ്ടിയിൽ 10 ആൾ പോകും. ഈ വണ്ടിയിൽ തന്നെ നമ്മളെ തിരിച്ചു കൊണ്ടുവരും. ഒരാൾക്ക് 150 രൂപ ചാർജ്. ദിസ് ഈസ് അവർ ബംഗാൾ പ്രദേശ്. ഹരിയർ ഫോർട്ടിന് താഴെ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ഇനി എത്ര 2 മണിക്കൂർ മേലേക്ക് 2 മണിക്കൂർ താഴേക്ക്. അപ്പോൾ കയറി വരാം, കയറി നോക്കിയിട്ട് വരാം ഗായ്സ്. അതെ, കൂടെ ഒഡേഗാർഡ് ഉണ്ട്, റൊണാൾഡോ ഉണ്ട്, ഫോഡൻ ഉണ്ട്, റാഷ്ഫോർഡ് ഒളിഞ്ഞിരിപ്പുണ്ട്, റാഷ്ഫോർഡ് ഉണ്ട്. അതെ, ആ പോണതാരാ? ബോൾ ബോയ്സ്. ഇന്നത്തെ കളി ഇതിന്റെ മേലാണ്. ഇതിന്റെ മേലേക്ക് എത്തുവോ? കേശു അതാ പായാണ്, കേറിയാ മതിയായിരുന്നു. ഗൈസ്, ഈ പുഴ എങ്ങനെ കിടക്കാം? അവൻ കടന്നടാ. ഓ, കുത്തനെയുള്ള ഇറക്കം. എടാ വെഴുക്കണ്ട. അങ്ങോട്ടല്ല, അങ്ങോട്ട്. വാം ക്ലൈമറ്റ് ആട്ടോ, പക്ഷെ തിരിച്ചു വരുമ്പോ നല്ല വെയിലാവും. ഈ സ്ഥലത്തിന് എന്ത് പേര്? അങ്ങനെ നമ്മൾ എത്തിയിട്ടില്ല, എത്തുമായിരിക്കും. പമ്പ് സെറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. വെള്ളം കുടിക്കാൻ മൂത്രമൊഴിക്കുക, വേറെ പരിപാടിയില്ല. പച്ചാക്കിയാലോ നമുക്ക്. അത് സേഫ് ആക്കി മൂത്തുട്ടിയും പിടിച്ചു. ഗൈസ്, പോണ വഴിക്ക് കടകളുണ്ട്, ഇവിടുന്നൊക്കെ ഫുഡ് കിട്ടും പറഞ്ഞതാ. ഒറ്റ കട തുറന്നിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ? നമ്മൾ പാനി കുളിച്ച് വേറെ കണക്ക്. ഒരാൾക്ക് 30 രൂപ ടിക്കറ്റ്. എല്ലാം ഈ ബോർഡിന് എവിടെ വെച്ചു? നമ്മൾ അവിടെ കൊടുത്തല്ലേ ടിക്കറ്റ്? RDP ആയിക്കോട്ടെ. ഈ എല്ലാ അഡ്മീൻ വേറെ മാറ്റാനൊന്നും പറ്റില്ലല്ലോ. അങ്ങനെ നമ്മൾ പുലിയും സിംഹവും ഒക്കെ ഉള്ള കാട്ടിലേക്ക് കിടക്കുകയാണ്. അങ്ങനെ ആദ്യം ഇരുന്ന ക്രെഡിറ്റ് ഷെഫീർ എടുത്തിരിക്കുകയാണ്.
എവിടെയായിരുന്നു? നമ്മള് തളരൂല. കുറച്ച് മുട്ടത്തേലും വാങ്ങി വരായിരുന്നു. കാര്യം എന്നാണ്? ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. ഓ വെയിലായി. മഴയുള്ള ടൈമാണെങ്കിലേ ഇത് കൂടെ വെള്ളമൊഴിക്കും. എന്താണ് അന്തപുട്ട് നോക്കിങ്ങനെ? വ്യൂ പോയിന്റ് നോക്കിയാ ഞാൻ കാണുന്ന പുട്ടുംകുറ്റി കയറണം. നമ്മൾ തിരിച്ചു പോയാലോ? എടാ അതിന്റെ മേലെ ആൾക്കാരല്ലേ? ആ കേറി പോണല്ലേ? അല്ല ഒരാടെ നിൽക്കണം. These guys are from വടകര വളവ്. Hi guys. എൻ്റെ പേര് മിദ്ലാജ്. No, you are കൊച്ചാപ്പി. കൊച്ചാപ്പി. അവിടെ കട തുറന്നു കണ്ട. നമ്മൾ നടന്ന് അടുത്ത കടയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ എന്താണ് കഴിക്കാനുള്ളത്? നമ്മളെന്തെങ്കിലും പറയണ്ടോ? ചായ പറയണ്ടോ? ഓക്കെ. നെറ്റ്വർക്ക് ഇല്ലാത്തൊരു തര QR കോഡ് വെച്ചു. ഇത് നെറ്റ്വർക്ക്? ഓക്കെ ഓക്കെ. നിങ്ങൾക്ക് മലയാളം ജിയോ ജിമ്മോ? ജിയോ ജിമ്മല്ല, ജിയോ സിം. ശ്വാസം എടുത്തിട്ട് പുറത്ത് വരുമ്പോ അതെ വളരെ തിരക്കില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ഡെസ്റ്റിനേഷന്റെ ഫൈനൽ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കാണ് ഞങ്ങൾ അങ്ങോട്ട് എത്താൻ. 24th റിപ്പോർട്ടറോ എല്ലാം പോലെ പറഞ്ഞു മാറി. ഗോവിന്ദസ്വാമി പിടിച്ചു ശേനെ ഇതുണ്ട്. ഓടിക്കേറിയ നമ്മൾ ട്രെയിൻ ഇറങ്ങോട്ട് എനിക്ക് മന്തിയാണ് ഇത്. ഇത് ഓടിക്കയറും മേലേക്ക്. എന്നോടില്ല ഇജ്ജ് കയറും. കയറോ? സേന കയറോ? ആ സ്റ്റെപ്പ് ഇതാ അതൊരു അൻപിൽ അതൊരു ഫോട്ടോഷൂട്ടില്ല. പോയോക്കാം.
അങ്ങനെ പോണ്ട്. എങ്ങനെ പോയാലും എത്തിയാൽ മതി. നോക്കട്ടെ ആരാദ്യം എത്തി നോക്കട്ടെ. ആ കാണുന്നതാണ് ഏതോ ഒരു നദി. ഏത് നദിയാന്നാവും. ഇച്ചിരി കേറുന്നുണ്ട്. മഴ എടുത്തിട്ട് കയറ്റാം നോക്കല്ലേ? മഴ എടുത്തിട്ട് കയറ്റാം. അത് ശരിയാ. എന്താ ഗൈസ്, അങ്ങനെ കുത്തനെ താഴെ എത്തിയിരിക്കുകയാണ്. അതിന് ഈസി വാക്ക് കഴിഞ്ഞു. ഇനിയാണ് കുത്തനുള്ള കയറ്റം. ഇതൊന്നും കാണാനല്ലോ. കയറ്റുണ്ട് ഗൈസ്, കാണല്ല. എന്താണ് പ്രാക്ടീസ് ചെയ്യണോ? കുത്തി പിടിച്ചാണ്. വ്ളോഗർ കുഞ്ഞുട്ടി. ഏത് പോസിങ് ലേറ്റിലടാ. അല്ലാതെ പത്രത്തിൽ കൊടുക്കാൻ പറ്റില്ലല്ലോ. ആ സ്റ്റെപ്പ് തന്നെ കാണാല്ലോ ഫോട്ടോയില്. വീഡിയോ യശു കേറലേ? ഇവന്റെ കൂട്ടുകാര് എന്തായാലും നന്ദി വിളിച്ചറിയാം. വ്ളോഗ് താഴത്തുനിന്ന് എടുക്കരുതെന്ന് തോന്നുന്നു. ഇക്ക് വയ്യായിട്ടില്ല, ഇക്ക് പേടിയിട്ടാണ്. നമ്മളിതിങ്ങനെ കുത്തനെ കയറി പോരാണെങ്കിൽ നേരെ കയറി അങ്ങ് പോകണം. തിരിഞ്ഞു നോക്കരുത്. തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ പിന്നെ പോയി. ഞാനൊന്ന് തിരിഞ്ഞു നോക്കിയതാ, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നു. അവന്മാരൊക്കെ പോയി. ഇവനിത് കൂളായി കയറി പോണേ. കമ്പനിക്ക് ആളെ കിട്ടിയിട്ടുണ്ട്. തിരിഞ്ഞു നോക്കിയാൽ പേടി വരും. അപ്പോൾ ഇവനെ ഇവിടെ ഇരിക്കുക. നിലമ്പൂരിൽ നിന്ന് ഒറ്റയ്ക്ക് വന്നിട്ട് പേടിച്ചിട്ടിരിക്കുകയാണ്. ഈ ബായി ഹയർ ഫോർട്ട് എത്തിയ സന്തോഷത്തിൽ നാട്ടുകാരെ മൊത്തം വീഡിയോ കോൾസ് കാണിക്കുന്നത്. মন্দিরের পিছনে শিব শিব যার জটা বাড়ি মেরেছিল না, ওটা খতরনাক ট্রেকিং। ঠিক আছে। സ്വസ്ഥമായിട്ട് ഇരിക്കാൻ വന്നതാ. എല്ലാം ഡിസ്റ്റർബ് ചെയ്യാൻ വന്നിരിക്കുന്നു കുരങ്ങൻ. കുപ്പിയൊക്കെ തുറന്ന് വെള്ളം കുടിക്കുന്നു.
ബാഗ് കണ്ടാ തുറക്കാൻ വരാൻ ഈ മച്ചാന് ഇൻട്രസ്റ്റ് ആയല്ലോ പേടിച്ചിരുന്ന താഴെ ഫുള്ള് പോയില്ല ആദ്യം ചെയ്താൽ എല്ലാ കുരങ്ങിനും കവണ ചോദിച്ചു. ഗൈസ് ഫൈനലി ഞങ്ങൾ ഹരിയർ ഫോർട്ട് കീഴടക്കിയിരിക്കുന്നു. ഞങ്ങൾക്കുള്ളത് എവറസ്റ്റും കൂടിയുള്ള കീഴടക്കാൻ. അത് ഞങ്ങൾ നെക്സ്റ്റ് വീക്ക് കീഴടക്കുന്നതാണ്. നെക്സ്റ്റ് മന്ത് ഞങ്ങൾ എവറസ്റ്റ് കീഴടക്കും. ഏതാ വ്യൂ നോക്കാം, സുധി ഇരിക്കണ്ട അവിടെ നോക്കാം. അവൻ്റെ പൊന്നോ സീന് പൊറുക്കാൻ പോലും കിട്ടില്ല അവിടെ ചാടിയുണ്ടെങ്കിൽ. റൌഫ് സാഹസികമായിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോസ് ചെയ്യാണ്. അതല്ല അത് വേറെ അങ്ങനെ ഇറങ്ങരുത് പറഞ്ഞിട്ടുണ്ട് നമ്മോട്. തിരിച്ചതി കൂടെ തന്നെ ഇറങ്ങാൻ പറഞ്ഞു. എനിക്കറിയില്ല, പോയേക്കാം. ഹിന്ദിയിലല്ല പറഞ്ഞു. എങ്ങനെയുണ്ട് കേറി ഇറങ്ങിയ ഭയങ്കര എക്സ്പീരിയൻസ്, ഒരു രക്ഷയില്ല. സത്യം പേടിച്ചോ? അവിടെ നിൽക്കി ക്യാമറ തിന്നാവല്ലേ. ആദ്യം വരച്ചോണ്ട് ഒരു യാസീൻ ഫുള്ളാക്കി. മോസ്റ്റ് എക്സ്പീരിയൻസ് എല്ലാ യാസീൻ ഫുള്ളാക്കി എന്ന് പറഞ്ഞിട്ടു ഫുൾ അറിയില്ല. എന്താ എല്ലാ നമ്മളെ വടകരക്കാരോടെ വടകരക്കാരൊക്കെ വണ്ടിക്ക് വിളിച്ചിരുന്നോ? ഈ ചെറുത് നമ്മൾ കീഴടക്കിണ്ട്. അടുത്ത എവറസ്റ്റ് ആണ്. മാറില്ല. ഇല്ലില്ല, എനിക്ക് പേടിയുണ്ടെങ്കിൽ പേടിയുണ്ടെങ്കിൽ ഞാൻ തുറന്നു പറയും. ഈമാൻ കിട്ടി മരിച്ചതിന് അതില് ഇതുണ്ട്, ചോളം വേണം. ചോളം ഉണ്ട്, ന്യൂഡിൽസ് ഉണ്ട്. അപ്പോൾ നമ്മളെ ഏരക്ക് തുടത്തിയ ട്രക്കിംഗ് ആണ്. സമയം എന്തായി? 11:40. ഏകദേശം ഒരു 11 മണി 10:30 നേരത്തെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവും. പിന്നെ അടിപൊളിയായിരുന്നു അല്ലേ? കാണുന്നിട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചതിൽ അടിപൊളി ആയെന്ന് ചോദിച്ചാൽ ആയിട്ടില്ല. കാരണം മഴ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മഴ ഇല്ലാത്തതിന് ചെറിയൊരു പ്രശ്നം മാത്രമേ. പക്ഷെ എന്നാലും തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇടുങ്ങിയ ഏരിയയാണ്, അതായത് നല്ല നോക്കി കയറണം. ചെറിയൊരു പേടി. പിന്നെ കുരങ്ങന്മാരാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ വരുമ്പോ ചെല്ലണ്ട ദിക്കറ് ചെയ്യാന് ഏതായിരുന്നു അപ്പൊ ഹരിയർ ഫോർട്ട് ഫ്ലോപ്പ് ആയി പറഞ്ഞേ. അടുത്ത മഴക്കാലത്ത് ഒന്നും കൂടി വന്നാലോ? നെക്സ്റ്റ് ഞാൻ ഒരാളോട് ചോദിച്ചപ്പോൾ ജൂൺ ജൂലൈ ആണ് ഇതിന്റെ സീസൺ പറഞ്ഞത്. ആ ടൈമിൽ ഒന്ന് പുറത്തുവിട്ട് ഞാനത്രൂടെ നല്ല കോടി ഉണ്ടാവും. പിന്നെ ഒന്ന് അത്യാവശ്യം നല്ല സീനാണ് പറഞ്ഞത്. അന്ന് ദിക്കറുമ്പോ ഒതുങ്ങൂല, കത്തം തീർക്കേണ്ടി വരും. നല്ല അല്ല ഇന്നിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാ സുഖമായി കയറാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല നേരത്തെ വന്നുകൊണ്ട് വെയിലല്ലാതെ കിട്ടിയില്ല. അപ്പോൾ ഈ നേരത്തെ കയറുന്നവരെ കാശിന് അത്യാവശ്യം നല്ല വെയിൽ കിട്ടും. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. നാളെ മധുരം വെച്ച് കാണാം. ഓക്കെ, സീ യു സൂൺ.